الله وبركاته. الحمد لله رب العالمين. الحمد لله الأحد الجبار والصمد الغفار. وأشهد أن لا إله إلا الله الواحد القهار. وأشهد أن محمدا عبده ورسوله النبي المختار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإن منكم إلا واردها كان على ربك حتما مقضيا. ألا إنما الدنيا كأحلام نائمين، وما خير عيش الله يكون بدائمين. تأمل إذا ما نلت باللمس لذتا فأفنيتها هل أنت إلا كحالمي. وما الموت إلا شاهد مثل الغائبين، وما الناس إلا جاهل مثل عالمين. ഉപവിഷ്ടരായ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളെ, ബഹുമാന്യ പണ്ഡിതന്മാരെ, ചമരകുളം മണ്ഡലത്തിൻ്റെ വ്യത്യസ്തമായ തലങ്ങളിൽ നിന്ന് ഈ സംഗമത്തിൽ സംഗമിച്ചവരെ, അതിലുപരി ഈ ഐരിച്ചോട് പ്രദേശത്തെ സദസ്സിന് പുറത്ത് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതരമത ആദർശ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പ്രിയമുള്ളവരെ, മനുഷ്യരെല്ലാം ഏറെ ഭയപ്പാടോടെ പ്രതീക്ഷിക്കുന്ന അവൻ്റെ പരലോകം. ആ പരലോകത്തിൻ്റെ ഒരു നിമിഷത്തിൽ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമ്പിയാക്കളില്ലാതെ ഒരാൾ പോലും സംസാരിക്കാത്ത ഒരു നിമിഷമുണ്ട്. പക്ഷേ ആ റസൂലുകൾ പോലും സംസാരിക്കുന്നത് ഒരൊറ്റ വാചകം മാത്രമാണ്, അല്ലാഹുമ്മ സല്ലി, അല്ലാഹുമ്മ സല്ലി. അല്ലാഹുവേ ഒന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്, ഒന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ് എന്ന് മാത്രം നബിമാര് മാത്രമായി മറ്റാരും സംസാരിക്കാത്ത ഒരു സന്ദർഭത്തെ ഹദീസുകളിലൂടെ പഠിപ്പിച്ചു തന്നത് കുഞ്ഞുനാട് മുതലേ നമ്മൾക്ക് കേട്ടു പരിചയമുള്ള
സിറാത്ത് പാലത്തിന്റെ അവസ്ഥയിലാണ്. എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. സിറാത്ത് പാലം ജിസ്ർ എന്ന് പറയുന്ന ഒരു പ്രയോഗം വെച്ചുകൊണ്ട് തന്നെ ഹദീസുകളിൽ അതിനെ പഠിപ്പിച്ചതാണ്. പ്രിയമുള്ളവർ, ഈ പരിമിതമായ സമയത്തിൽ അതിൻ്റെ ഭയാനകതയെ മനസ്സിലാക്കാനും അതിൽ സുന്ദരമായി കടന്നു പോകാൻ ഏത് മാർഗം സ്വീകരിക്കണമെന്നും ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കിയിട്ട് എൻ്റെ സംസാരം ഞാനിവിടെ അവസാനിപ്പിക്കും. ഒരുപാട് കാലമായി കേൾക്കുന്ന സിറാത്ത് പാലം, എന്താണ് സിറാത്ത് പാലം എന്നുള്ളത് ഹദീസുകളിലൂടെ കാണാൻ മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. സുമ്മ യുഖ്താ ബിൽ ജിസ്ർ ബൈന ദഹറൈ ജഹന്നം, നരകത്തിന്റെ ജഹന്നമിന്റെ മുകളിലൂടെ പണിതു വെച്ചിട്ടുള്ളൊരു പാലമാണ് സിറാത്ത് എന്ന് പറയുന്നത്. മറ്റൊരു ഹദീസിൽ ഫയുദറബു സിറാത്ത് ബൈന ദഹറാനൈ ജഹന്നം എന്നും ഹദീസിലൂടെ കാണാം. ജഹന്നമിന്റെ മുകളിലൂടെ ആ പാലം ഇങ്ങനെ അള്ളാഹു സ്ഥാപിച്ചിട്ടുണ്ട്. ഉലമാക്കൾ പറയുന്നുണ്ട്, അസ്റാത്ത് മൻസൂബുൻ അലാ മത്നി ജഹന്നം വഹുവൽ ജിസ്റുൽ ലദീ ബൈനൽ ജന്നതി വന്നാർ. സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിൽ അവിടെ സ്ഥാപിതമായിട്ടുള്ള അഹ്ലുസുന്നയുടെ വിശ്വാസപ്രകാരം യാഥാർത്ഥ്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒന്നാണ് സിറാത്ത് പാലം എന്നുള്ളത്. പ്രിയമുള്ളവരെ, ആ സിറാത്ത് പാലത്തിലൂടെ കടക്കുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ വിചാരണകൾക്കൊക്കെ ശേഷം അവൻ ആ സിറാത്ത് പാലത്തിലൂടെ കടക്കുമ്പോൾ സ്വർഗമെന്ന ലക്ഷ്യത്തിലേക്ക് അവൻ എത്തണമെങ്കിൽ അതിലൂടെ കടന്നിട്ടല്ലാതെ സാധ്യമല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ അറിയേണ്ടത് അതിന്റെ രൂപം എന്താണ്. പണ്ഡിത ലോകത്ത് അതിന്റെ വീക്ഷണങ്ങൾ രണ്ട് രൂപത്തിലൂടെ കടന്നു വന്നിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് ത്വരീഖുൻ വാസിഅ, വിശാലമായ വഴിയാണെന്ന് പറഞ്ഞ ആളുകൾ അതിന്റെ വഴുതലുമായി ബന്ധപ്പെട്ട് ഉദ്ധരിക്കപ്പെട്ട ഹദീസുകളെ മാനദണ്ഡമാക്കിയിട്ടാണ്. എന്നാൽ ഒന്നുകൂടെ ദൃഢമായി നിൽക്കുന്ന ഭാഗങ്ങളിലൂടെ അള്ളാഹുവിന്റെ മതത്തിലൂടെ കാണാം, അന്നൽ ജിസ്റ അദഖു മിന ശഅർ, അത് മുടിയേക്കാളും നേർത്തതാണ്. ഒരു മനുഷ്യന്റെ തലമുടിയേക്കാളും നേർത്തതാണ്. വഅഹദ് മിന സൈഫ്, വാളിനേക്കാളും മൂർച്ചയുള്ളതുമാണ്. വാളിനേക്കാളും മൂർച്ചയുള്ള അവന്റെ തലയുടെ മുടിയേക്കാളും നേർത്തതായ ഒരു പാലമാണ് സിറാത്ത് പാലം. അതിലൂടെ സംവിധാനിക്കാൻ വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു കഴിവുള്ളവന്. ആ പാലത്തിന് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വഴുതലുകൾ ഏത് സമയവും പെട്ടെന്ന് തെന്നിപ്പോകുന്ന രീതികളിലൂടെ സംവിധാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കൊളുത്തുകളെ കൊണ്ടും മൂർച്ചയേറിയ മുള്ളുകളെ കൊണ്ടും ആ പാലം സജ്ജമാണ് എന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, അതിന്റെ പ്രത്യേകതയായി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വഫീ ജഹന്നമ കലാലീബ മിസ്ല ശൗഖി സഅദാൻ. ആ പാലത്തിന്റെ മേലെ ചില മുള്ളുകളുണ്ട്, കലാലീബുകളുണ്ട്, കുളച്ചുകളുണ്ട്. കല്ലൂബ് എന്ന് പറയുന്ന വാക്കിന്റെ ബഹുവചനമാണ് കലാലീബ് എന്ന് പറയുന്നത്. അത് ശൗഖു സഅദാൻ, സഅദാൻ എന്ന മുള്ളു പോലെയാണ്. നജ്ദിന്റെ ഭാഗങ്ങളിലൂടെ, മരുഭൂമികളിലൂടെ കാണപ്പെടുന്ന മൂർച്ചയേറിയ സഅദാൻ എന്ന് പറയുന്ന മുള്ളു പോലെയാണ് ഈ കലാലീബ് എന്ന് പറയുന്ന കൊളുത്തുകളെന്ന്. മാത്രമല്ല, ലാ യഅലമു ഖദറ ഇൽമിഹാ ഇല്ലല്ലാഹ്. അതിന്റെ വലിപ്പം എന്താണ്, അതിന്റെ ഗാംഭീര്യം എന്താണ്, അതിന്റെ തോത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനല്ലാതെ മറ്റാർക്കും അറിയില്ല. അള്ളാഹ്ക്ക് മാത്രമേ അതിനെ സംബന്ധിച്ച് അറിയുകയുള്ളൂ. എന്നാലും ചില പാഠങ്ങൾ നൽകി എന്നുള്ളതാണ്. നോക്കണേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ അവിടുന്ന് സഹാബത്ത് ചോദിക്കുന്നുണ്ട്, വമൽ ജിസ്റ, ഈ പാലം എന്താണ്, ഈ പാലം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഖാല, അവിടുന്ന് പ്രവാചകൻ പറയാണ്, മദ്ഹലത്തും മസില്ലാ, മദ്ഹലത്തും മസില്ലാ. പെട്ടെന്ന് വഴുതിപ്പോകുന്ന രീതികളിലൂടെ ക്രമീകരിച്ചിട്ടുള്ള പാലമാണ് ഈ സിറാത്ത് എന്ന് പറയുന്ന പാലമെങ്കിൽ അലൈഹി ഖതാതീഫും വകലാലീബും വഹസകത്തുൻ മുഫൽതഹത്തുൻ ലഹാ ശൗകത്തുൻ ഉഖൈഫാ തകൂനു ബിനജ്ദ യുഖാലു ലഹാ സഅദാൻ. അതിന് കൊളുത്തുകളുണ്ട് ആ പാലത്തിന്റെ മേലെ. അതിന്റെ മേലെ കൊല്ലിന്റെ ആലകളിലൂടെ പഴിപ്പിച്ചെടുക്കുന്ന ഇരുമ്പുകളെ പിടിച്ചെടുക്കുന്ന ആയുധങ്ങളെ പോലെയുള്ളതുണ്ട്.
അതിന്റെ മുനഭാഗങ്ങളെ വളഞ്ഞ രീതികളിലൂടെയുള്ള മുള്ളുകളും ആ നരകത്തിലുണ്ട്. അതുപോലെ തന്നെ റാഞ്ചിയെടുക്കുന്ന വസ്തുക്കളും ആ പാലത്തിന്റെ സൈഡുകളിലുണ്ട്. ആളുകളെ അതിലേക്ക് വലിച്ചിടാൻ അള്ളാന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ പാലത്തിന്റെ രണ്ട് ഭാഗങ്ങളിലൂടെ അതിലേക്ക് ആളുകളെ വലിച്ചിടുന്ന അറ്റങ്ങളുണ്ട്, നരകത്തിലേക്ക് വലിച്ചിടുന്ന അറ്റങ്ങളുണ്ട് എന്നാണ്. പ്രിയമുള്ളവരെ, അതിന്റെ ഭയാനകതകളാണ്. ജഹന്നം എന്ന് പറയുന്ന നരകത്തിന്റെ കുറുകെ പ്രിയമുള്ളവരെ അങ്ങ് വിദൂരതയിൽ നിന്ന് നരകത്തിന് കാണുമ്പോ അതിന്റെ ഇരമ്പലും മറ്റാസവും മലർച്ചയും നിങ്ങൾക്ക് കേൾക്കാമെന്നുണ്ടെങ്കിൽ ആ നരകത്തിന്റെ മുകളിലൂടെയാണ് പാലം ഇങ്ങനെ കടന്നു പോകുന്നത്. ആ പാലത്തിന്റെ ഇരുവശങ്ങളിലായി വലിച്ചിടാനുള്ള കൊളുത്തുകളുണ്ട്, മുള്ളുകളുണ്ട്. അതിന്റെ കൊളുത്ത് അഗ്രഭാഗം വളഞ്ഞുപോയ മുള്ളുകളുണ്ട്. റാഞ്ചിയെടുക്കുന്ന വസ്തുക്കളും ആ ഒരു പാലങ്ങളിലുണ്ട്. രണ്ടറ്റങ്ങളിലൂടെ അതിന്റെ ആളുകളെ വലിച്ചുകൊണ്ട് ആ ജഹന്നമിലേക്ക് ഇങ്ങനെ തള്ളിയിടുമ്പോ അല്ലാഹുവിന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ ഭയാനകത കൺമുന്നിലൂടെ കാണുമ്പോ ഒരാൾ പോലും ഒന്ന് സംസാരിക്കുന്നില്ല. അല്ലാഹുവിന്റെ മുർസലുകളല്ലാതെ ഒരാളെ പോലും അവിടെ സംസാരിക്കുന്നില്ല. അന്ന് മുർസലുകളുടെ വാക്കെന്താണെന്നറിയുമോ? അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുവേ രക്ഷപ്പെടുത്തണേ അല്ലാഹ്, രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഓരോരോ പ്രവാചകന്മാരുടെ ഉമ്മത്ത് പ്രിയമുള്ളവരെ ബഹുദൈവാരാധനയില്ലാത്ത ശിർക്കില്ലാത്ത ആളുകള് സിറാത്ത് പാലത്തിലൂടെ സ്വർഗം ലക്ഷ്യമാക്കി വരുമ്പോ ആദ്യമേ പാലത്തിലൂടെ കടന്നു പോകുന്ന പ്രവാചകന്മാര് അവരാ പാലത്തിൽ തന്റെ അനുയായികൾ ഇങ്ങനെ കടന്നു വരുമ്പോ പല രൂപങ്ങളിലൂടെ കടന്നു വരുന്ന ആളുകളുണ്ട്. നബിമാര് വേദനയോടെ പറയുന്നുണ്ട്, അല്ലാഹ് സല്ലിം സല്ലിം, എന്റെ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, ആദ്യമായി സിറാത്ത് പാലങ്ങളിലൂടെ കടന്നു പോകാൻ അല്ലാഹു അനുവാദം കൊടുക്കുന്നത് ആർക്കാണെന്നറിയുമോ? മുത്തനബി പറയാണ്, ഫഅകൂന അവ്വല മൻ യജൂസു മിനർ റസൂലി ബി ഉമ്മത്തി, ഈ ഉമ്മത്തിൽ നിന്ന് ആദ്യമായി സിറാത്ത് പാലത്തിലൂടെ കടന്നു വരുന്നത് ഞാനാണെന്ന് അല്ലാഹുവിന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ആരും വിചാരിക്കണ പോലെ അതൊരു നിസ്സാരമായി കാണാൻ കഴിയാവുന്ന സാഹചര്യമല്ല. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് ചോദിച്ചില്ല, മത്തറാഹ, എപ്പോഴാണ് ഒരു ആശ്വാസം ലഭിക്കാനുള്ളത്, എപ്പോഴാണ് ആശ്വാസം ഉണ്ടാകാനുള്ളത്? സ്വർഗത്തിൽ ആദ്യമായി കാലുവെക്കുമ്പോഴേ ആശ്വാസമുള്ളൂ, എനിക്ക് സമാധാനമുള്ളൂ എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ആ ഭയാനകതകളിലെ മഹ്ശറിന്റെ ഭയാനകതകളിലൂടെ കടന്നു പോകുമ്പോ എവിടെയാണ് ഒരൽപ്പം സമാധാനമുള്ളത്? അവിടെ നിന്ന് പറഞ്ഞ് എനിക്ക് സമാധാനം കിട്ടണമെങ്കിൽ എന്റെ കാല് സ്വർഗത്തിലൂടെ വെക്കുന്ന നിമിഷങ്ങളിലാണ്. പ്രിയമുള്ളവരെ, എപ്പോഴാണ് നമുക്ക് ആ സിറാത്തിനെ കടക്കാനുള്ളത് എന്നറിയുമോ? ആർക്കൊക്കെയാണ് കടക്കേണ്ടി വരുന്നത് എന്നറിയുമോ? നാളെ മഹ്ശറിൽ ആളുകൾ മുഴുവനും ഒരുമിച്ച് കൂടുമ്പോ എല്ലാവരും അവനവന്റെ ശരീരത്തിന് വേണ്ടി കരയുന്ന സന്ദർഭങ്ങളിലൂടെ പ്രിയമുള്ളവരെ ഭയാനകതകളിലൂടെ നിൽക്കുമ്പോ ആ വിചാരണയുടെ സന്ദർഭങ്ങളും കിടന്നു പോകുമ്പോ അവിടെ നിന്ന് ഇതാ വിളിച്ചു പറയുന്ന ഒരു മനുഷ്യനിങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, ഓരോ സമുദായങ്ങളും ആരെയാണോ ആരാധിച്ചിരുന്നത് അവരിലേക്ക് നിങ്ങൾ കടന്നു പോകുക എന്നവരോട് പറയുന്ന സന്ദർഭങ്ങളില് സ്വലീബിനെ കുരിശിനെ ആരാധിച്ചിരുന്ന ആളുകള് അതിന്റെ കൂടെ നരകത്തിലേക്ക് പോകുന്ന സന്ദർഭമാണ്.
വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്ന ആളുകള് അതിന്റെ കൂടെ നരകത്തിലേക്ക് പോകുന്ന സന്ദർഭമാണെങ്കിൽ, അഗ്നി ആരാധിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരും ചങ്ങലകളാൽ മുഖം കുത്തി വലിച്ച് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന സന്ദർഭമാ. കൗക്കബുകളോട് നക്ഷത്രങ്ങളോട് ആരാധിച്ചവരുണ്ടെങ്കിൽ അവരെയും ചങ്ങലകളാൽ മുഖം കുത്തി വലിക്കുന്നുണ്ട്, നരകത്തിലേക്ക് വലിച്ചെറിയുകയാ. അള്ളാഹുവിന്റെ മുത്തറസൂല് പറഞ്ഞില്ലയോ, ദുനിയാവിലൂടെ 2 കാലിലൂടെ നടത്തിച്ച അല്ലാഹ് മുഖം കുത്തി നടത്തിക്കാൻ കഴിവുള്ളവൻ തന്നെയാണ്. ആ മഹ്ശറിൽ മുഖം കുത്തി നടക്കുന്നവരുണ്ട്. 4 കൂട്ടം കൂട്ടമായി ചങ്ങലകളോടെ ബന്ധിച്ചുകൊണ്ട് വലിച്ചഴച്ച നരകത്തിലൂടെ വലിച്ചെറിയപ്പെടുന്ന ആളുകളാണെങ്കിൽ, അങ്ങനെ ശിർക്കിൻ്റെതായ ആളുകളെ മുഴുവനും നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോ അല്ലാഹുവിനെ മാത്രം ആരാധിച്ച ആളുകൾ മാത്രം ആ മഹ്ശറിലൂടെ ബാക്കിയുണ്ട്. അവരിൽ നന്മകൾ ചെയ്ത ആളുകളുണ്ട്, ഫാസിറുകളായ തോന്നിവാസങ്ങൾ ചെയ്ത അല്ലാഹുവിനെ ആരാധിച്ചവരുണ്ട്. വേദക്കാരിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിനെ മാത്രമേ ആരാധിച്ചിട്ടുള്ളൂ എന്ന് അവകാശവാദം ഉന്നയിച്ച വേദക്കാരും അവിടെ ബാക്കിയുണ്ട്. ബാക്കിയുള്ള ശിർക്കിന്റെ വക്താക്കളെ നരകത്തിലേക്ക് എറിഞ്ഞിട്ടുണ്ട്. പ്രിയമുള്ളവരെ, കുഫറിന്റെ വക്താക്കളെ നരകത്തിലേക്ക് എറിഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ വേദക്കാരിൽ നിന്ന് ജൂതന്മാരെ അല്ലാഹു തആല കൊണ്ടുവരികയാണ്. അവരോട് ചോദിക്കുന്നു, എന്നെ ആരാധിച്ചവരാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? സത്യത്തിൽ നിങ്ങൾ ആരെയാണ് ആരാധിച്ചത് എന്ന് പറയുമ്പോ അവര് പറയുന്നുണ്ട്, ഉസൈർ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ മകനായി ഞങ്ങൾ ആരാധിച്ചവരാണ്. ഉസൈർ നബിയെ ആരാധിച്ചിട്ടുണ്ട്. അല്ലാഹു തആല പറയാണ്, അല്ലാഹ്ക്ക് അങ്ങനെ ഒരു മകനില്ല, ഉസൈർ എന്ന മകൻ അല്ലാഹ്ക്കില്ല. അതുകൊണ്ട് ജൂതന്മാരെയും നരകത്തിലേക്ക് വലിച്ചെറിയുകയാണ്. പിന്നീട് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആരാധിച്ചിരുന്ന ആളുകളോട് അവരുടെ വിശ്വാസത്തിനെ പറ്റി ചോദിക്കുമ്പോ അവര് പറയുന്നുണ്ട്, ഈസാ ഈസബിന് മറിയം എന്നുള്ളത് അല്ലാഹുവിന്റെ പുത്രനാണെന്ന് ഞങ്ങൾ വാദിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോ അല്ലാഹു പറയുന്നു, എനിക്ക് ഇണയില്ല, എനിക്ക് സന്താനമില്ല, എനിക്ക് ഇണയില്ല, സന്താനമില്ല. അതുകൊണ്ട് അവരെയും ഇതാ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, പിന്നെയുള്ളത് മുസ്ലിമീങ്ങളാകുന്ന ആളുകളാണ്. അവരുടെ കൂട്ടത്തിലെ ഫാദറുകളുണ്ട്, അവരുടെ കൂട്ടത്തിലെ സുഹൃതം ചെയ്തവരുണ്ട്, അവരുടെ കൂട്ടത്തിൽ മുനാഫിഖീങ്ങളായ ആളുകളുമുണ്ട്. അക്കൂട്ടത്തില് മുനാഫിഖീങ്ങളായ ആളുകളെ വിളിക്കുമ്പോ പ്രിയമുള്ളവരെ, അവർക്ക് പ്രകാശം പോലും ലഭ്യമല്ല. മുനാഫിഖീങ്ങളായ ആളുകള് അവര് സിറാത്ത് പാലത്തിലേക്ക് എത്തുന്നില്ല. അതിനു മുമ്പേ നരകത്തിലൂടെ വന്ന് വീഴുന്നുണ്ടെങ്കിൽ ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ അടിത്തട്ടിലൂടെ കഴിയേണ്ടി വരുന്നവർ മുനാഫിഖീങ്ങളായ ആളുകളാണ്. മുനാഫിഖീങ്ങളായ ആളുകളാണ്. ഇനി എന്റെ പ്രിയമുള്ളവരെ, ഏറെ ഗൗരവത്തോടുകൂടെ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. അല്ലാഹുവിന്റെ സ്വർഗം മോഹിക്കുന്നവരെ, അമലു സാലിഹാത്ത് ചെയ്ത് കാത്തിരിക്കുന്നവരെ, സ്വർഗത്തിൽ പോണോ? സിറാത്ത് പാലത്തിനെ താണ്ടിയിട്ടല്ലാതെ സാധ്യമല്ല. വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയാ. ആ സ്വർഗത്തിലേക്ക് വരുന്നവരോട് നരകത്തിന്റെ മുമ്പിൽ കടന്നു വന്നിട്ടില്ലാതെ ഒരാളെ പോലും ബാക്കിയില്ല. അത് അല്ലാഹുവിന്റെ അടുക്കൽ അനിവാര്യമായി തീരുമാനിക്കപ്പെട്ടതാണ്. സ്വർഗത്തിൽ പോകുന്ന മുഴുവൻ ആളുകളും, എന്തിനേറെ അംബിയാ മുർസലുകളെ വരെ ആ നരകത്തിനെ കണ്ടുകൊണ്ടാ സ്വർഗത്തിലേക്ക് അവരെ യാത്ര തിരിക്കുന്നത് എങ്കിൽ അവിടെ രക്ഷപ്പെടുന്നവരാരാണ്?
തഖ്വയുള്ള ആളുകൾ ആ സിറാത്ത് പാലങ്ങളിലൂടെ രക്ഷപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ, എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, മുട്ടുകുത്തിയവരായിട്ട് ചില ആളുകളെ അള്ളാഹു വിട്ടുകളയുമെന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനുള്ള ഭാഗ്യം കിട്ടിയിട്ട്, ഈ ഉമ്മത്തിന്റെ ഭാഗമാകാനുള്ള സൗഭാഗ്യം ഉണ്ടായിട്ട്, പ്രിയമുള്ളവരെ, സ്വർഗത്തിലേക്ക് എത്താനുള്ള അമലില്ലെങ്കിൽ സിറാത്ത് പാലങ്ങളിലൂടെ കടന്നു വരുമ്പോ അവിടുന്ന് നരകത്തിലേക്ക് വീഴപ്പെടുന്ന ആളുകളുണ്ട്. എന്നാൽ തഖ്വയുള്ള ആളുകളുണ്ട്, അവരല്ലാന്റെ സ്വർഗങ്ങളിലേക്ക് കടന്നു വരുന്നവരാണ്. ആ നരകത്തിന്റെ മുന്നിലൂടെ കടന്നു വരാതെ ഒരാൾ പോലും ലോകത്തിലൂടെ ബാക്കിയില്ല. കടന്നു വരുന്ന സന്ദർഭത്തിന്റെ അവസ്ഥ എന്താണെന്നറിയോ? സിറാത്ത് പാലത്തിലൂടെ കയറുമ്പോ അള്ളാന്റെ ഹബീബ് പറയാണ്, വലതു ഭാഗത്തേക്ക് നോക്കുമ്പോ നരകമാ, ഇടതു ഭാഗത്തിലേക്ക് നോക്കുമ്പോഴും നരകമാ, മുന്നിലേക്ക് നോക്കുമ്പോഴും നരകമാ. ആലോചിച്ചിട്ടുണ്ടോ നിങ്ങള് എത്ര വിശാലമാണ് നരകമെന്നുള്ളത്? അള്ളാന്റെ ഹബീബ് പറഞ്ഞില്ലയോ, സൂര്യനും ചന്ദ്രനും കൊണ്ടുവന്ന് നരകത്തിലിട്ടാൽ പോലും, സൂര്യൻ എന്ന് പറഞ്ഞാൽ 13.5 ലക്ഷത്തിലധികം വരുന്ന ഭൂമിയെ ഉൾക്കൊള്ളുന്നതാണ് സൂര്യനെങ്കിൽ, ആ സൂര്യനും ചന്ദ്രനും കൊണ്ടുവന്ന് നരകത്തിലിട്ടാല് ചുറ്റിപ്പൊതിഞ്ഞ 2 കാളകളെ പോലെ മാത്രമേ നിങ്ങൾക്ക് തോന്നൂ എന്നുള്ളതാണെങ്കിൽ, പ്രിയമുള്ളവരെ, ആ നരകത്തിന്റെ മുകളിലൂടെയാണ് ഈ പാലമുള്ളതെങ്കിൽ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ അദ്ദേഹം ഈ വിഷയം പറഞ്ഞിട്ട് പറയാണ്, വല്ലദീ നഫ്സു അബീ ഹുറൈറത ബിയദിഹി, അബൂ ഹുറൈറയുടെ ശരീരം ആരുടെ നിയന്ത്രണത്തിലുണ്ടോ അവനെ കൊണ്ട് തന്നെയാണ് സത്യം, അഥവാ അല്ലാഹു സത്യം, അന്ന കഅറ ജഹന്നമ ലസബഊന ഖരീഫ, ജഹന്നമിന്റെ ആഴമെന്ന് പറയുന്നത് 70 വർഷത്തെ സഞ്ചാര ദൂരമാ. കാരണം അബൂ ഹുറൈറയിൽ നിന്ന് ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിലൂടെ കാണാം, കുന്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ ഇരിക്കുകയായിരുന്നു. ഇത് സമിഅനാ വജബാ, വല്ലാത്തൊരു ഭയാനകരമായ ശബ്ദം കേട്ട് ഞങ്ങൾ കോരിത്തരിച്ചു പോയി. അവിടെ നിന്ന് മുത്ത് റസൂൽ ചോദിക്കുന്നുണ്ട്, സഹാബ, ആ ശബ്ദം ഏതാണെന്നറിയുമോ നിങ്ങൾക്ക്? ഇന്നഹു ഹജറുൻ വമാ ബിഹി ഫിന്നാർ മുൻദു 70 ഖരീഫ, 70 വർഷങ്ങൾക്ക് മുമ്പ് നരകത്തിന്റെ മുകളിൽ നിന്ന് വലിച്ചെറിഞ്ഞു പോയൊരു കല്ല് അതിന്റെ അടിത്തട്ടിൽ എത്തിപ്പോയ ശബ്ദമാ. പ്രിയമുള്ളവരെ, ഇത്ര വിശാലമായ നരകത്തില്, ഇത്ര ആഴമുള്ള നരകത്തില്, അതിന്റെ മുകളിലൂടെ മുടിയുഴക്കാലം ലോലമായ പാലങ്ങളിലൂടെ, വാളിനെക്കാളും മൂർച്ചയുള്ള പാലങ്ങളിലൂടെ, ഇനി സമയവും തെന്നിമാറാൻ പര്യാപ്തമായ പാലങ്ങളിലൂടെ, കൊളുത്തുകളാല് മുള്ളുകളാല് സജ്ജമായി കിടക്കുന്ന പാലങ്ങളിലൂടെ യാത്ര പോകുന്ന സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകള്, പ്രിയമുള്ളവരെ, താഴേക്ക് നോക്കുമ്പോ ആഴമില്ലാത്ത നരകം തന്നെയാണ്. അങ്ങനെയാണ് അവരുടെ യാത്ര പോകുന്നത് എങ്കിൽ, അവിടെയും അല്ലാഹുവിന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറ്, ഇനി സ്വർഗത്തിലേക്ക് പോകാൻ ഭാഗ്യമുള്ളവനാണെങ്കിൽ ഫയമറു അവലുക്കും കൽബറഖ, ആദ്യമായി പോകുന്നവൻ മിന്നലിന്റെ വേഗത്തിലൂടെ കടന്നു പോകുന്നതാണ്, പ്രകാശ വേഗതയിലൂടെ കടന്നു പോകുന്നതാണ്. ആരെങ്കിലും നിഷേധിക്കാൻ മനസ്സ് കാണിക്കുന്നവരുണ്ടെങ്കിൽ അഹ്ലുസുന്ന വിശ്വസിക്കുന്നു അത് സത്യമാണ്, ആ പാലം സത്യമാ, അതിന്റെ യാത്രയും സത്യമാ. കാരണം ഇന്ന് ശാസ്ത്രം പോലും പറയുന്ന വിഷയങ്ങളുണ്ടല്ലോ. പ്രിയമുള്ളവരെ, നമ്മൾ ബാങ്ക് ഉണ്ടെന്ന് കരുതി നിർത്തിയതാണ്.
ഓക്കെ, നീ കേൾക്കുകയാണെങ്കിൽ നമുക്ക് നിർത്താം ഇൻഷാ അല്ലാഹ്. അപ്പോ സ്വർഗത്തിലേക്ക് സിറാത്ത് പാലത്തിലൂടെ കടന്നു പോകുന്ന ആളുകൾ, അവിടെ പറഞ്ഞ പ്രകാശ വേഗതയിലൂടെ സഞ്ചരിക്കുന്ന ആളുകളുണ്ടെന്ന് പറഞ്ഞു. അവർക്ക് സംഭവിക്കുമെന്ന് ചോദിക്കുന്നവരോട്, ഇന്ന് പോലും ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തങ്ങളിൽ ഭൂമിയിൽ നിന്ന് സൂര്യനേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 14,95,97,906 കിലോമീറ്റർ ഉണ്ടെന്ന്. ഈ കിലോമീറ്റർ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരമുണ്ടെങ്കിൽ ആ സൂര്യന്റെ പ്രകാശം 8 മിനിറ്റ് 12 സെക്കൻഡ് കൊണ്ടാണ് ഭൂമിയിലേക്ക് എത്തുന്നത് എന്നുണ്ടെങ്കിൽ, അഥവാ പെർ സെക്കൻഡിലൂടെ കടന്നു വരുന്നത് 2,99,792.5 കിലോമീറ്റർ വേഗതയിലാണ് പെർ സെക്കൻഡിൽ ഇന്ന് പ്രകാശം സഞ്ചരിക്കുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ കിലോമീറ്റർ നോക്കി പറയാൻ അവസരം കിട്ടി. പ്രിയമുള്ളവരെ, ഒന്ന് രണ്ട് കാര്യം പെട്ടെന്നൊന്ന് അറിയിക്കുകയാണ്. ഒരു ഹീറോ ബൈക്കിന്റെ ചാവി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പോക്കറ്റ് തപ്പി നോക്കാനും ഇവിടെ വന്നാൽ മതി, ഇൻഷാ അല്ലാഹ് ചാവി കിട്ടും. രണ്ടാമത്തെ വിഷയം, ഇവിടെ BP അങ്ങാടിയിലെ ഒരു മസ്ജിദിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ആളുകൾ നമ്മളെ സമീപിച്ചിട്ടുണ്ട്. ബാക്കിലെ സ്കാനറും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പോകുന്ന സമയത്ത് പരിപാടിക്ക് ഒരിക്കലും അലങ്കോലം ഉണ്ടാക്കരുത്, നിങ്ങൾ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ഞായറാഴ്ച നമ്മൾ പറഞ്ഞ വിഷയം, സ്വർഗത്തിലേക്കുള്ള അഹലുകാരായി വരുന്നവരെ സിറാത്ത് പാലത്തിലൂടെ കടന്നു വരുമ്പോൾ അവരുടെ പ്രത്യേകതകൾ പറയാൻ പ്രകാശവേഗത്തിലൂടെ സഞ്ചരിക്കുന്ന ആളുകളുണ്ട്. സുമ്മ കമരി, കാറ്റിന്റെ വേഗതകളിലൂടെ സഞ്ചരിക്കുന്നവരുണ്ട്. സുമ്മ കമരി പൊയർ, പക്ഷികളുടെ വേഗതകളിലൂടെ സഞ്ചരിക്കുന്നവരുണ്ട്. ഉഷത്തിരിഹാൽ, വാഹനമൃഗത്തിന്റെ പുറത്ത് യാത്ര ചെയ്യുന്നവരെ പോലെ. തജ്രീബിഹിം അമാലിഹിം, അവരുടെ അമലുകൾക്കനുസരിച്ചിട്ടാണ് അവരുടെ യാത്രകൾ ഇങ്ങനെ കടന്നു വരുന്നത് എന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ആ വേഗതകളിലൂടെ മനുഷ്യരിങ്ങനെ യാത്ര വരികയാണ്. ഓരോ പ്രവാചകന്മാരും അവരുടെ ഉമ്മത്തിന്റെ യാത്രകൾ ഇങ്ങനെ കാണുമ്പോ നോക്കണേ, ആ മുടിനാടിന്റെ കനമില്ലാത്ത, അതിനേക്കാൾ നേർത്തുപോയ പാലങ്ങളിലൂടെ, തിന്നുന്ന പാലങ്ങളിലൂടെ വേഗത്തിലൂടെ കടന്നു വരുന്ന ആളുകളുണ്ടെങ്കിൽ ഉമ്മത്തിനെ നോക്കുന്നുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. നമ്മളുടെ മുത്തുനബിയില്ലേ, ഹരീസുൻ അലൈക്കും, നമ്മളോട് അത്യാഗ്രഹമുള്ള നബിയാ. ആ റസൂലുള്ള നമുക്ക് വേണ്ടി അല്ലാഹുവോട് പറയുന്നുണ്ടല്ലോ, സല്ലിം, നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഹത്താ യതി അർറജുൽ ഫലാ യസ്തിഉ സൈറ ഇല്ലാ അസ്ഹഫാ. നരങ്ങിയിട്ടല്ലാതെ സിറാത്ത് പാലത്തിലൂടെ കടന്നു വരാൻ കഴിയാത്തവര്, ഇരുന്ന് നരങ്ങുന്ന രൂപത്തിലൂടെ നരങ്ങുന്നവര്, വയറുകൊണ്ട് എഴയുന്നവര്, ആ രൂപങ്ങളിലൂടെ ആളുകൾ ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. ആ രൂപത്തിലൂടെ ആളുകൾ ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. പക്ഷേ പാലത്തിന്റെ അവസ്ഥ എന്താണെന്നറിയുമോ? അല്ലാഹുവിന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, وفي حافتي الصراط كلاليب معلقة مأمورة بخدم من أمرت به. അല്ലാഹു നിശ്ചയിച്ച ചില കൊളുത്തുകളുണ്ട്. ആ കൊളുത്തുകൾക്ക് കൽപ്പിക്കപ്പെട്ടു പോയ ആളുകൾ കടന്നു വരുമ്പോ അവയിങ്ങനെ വലിച്ചിടുകയാണ് ആളുകളോട്. അതുപോലെ തന്നെ അവിടെ നിന്ന് പറയാണ്, ആ മുള്ളുകളുടെ കൊളുത്തുകൾക്കിടയിലൂടെ ആളുകൾ കടന്നു വരുമ്പോ ശരീരങ്ങളിലൂടെ മുള്ളുകൾ ഇങ്ങനെ കൊളുത്തി വലിക്കുന്നുണ്ട്. ആയുധത്തിന്റെ കൊളുത്തുകൾ വലിക്കുന്നുണ്ട്, മുള്ളുകൾ ശരീരത്തിലൂടെ വലിക്കുന്നുണ്ട്.
ശരീരത്തിന്റെ മുറിവുകളുമായി, എന്നാലോ നരകത്തിലേക്ക് വീഴാതെ രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് കടന്നു വരുന്ന ആളുകളുമുണ്ട്. ചില ആളുകൾ എങ്ങനെ നരകത്തിനോട് വീഴുകയാണ്. പ്രിയമുള്ളവരെ, രക്ഷപ്പെടാനുള്ള വഴികളോടെ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുമെങ്കിൽ ഒരു കാര്യം കൂടെ ആണിയിട്ട് പറയട്ടെ നിങ്ങളോട്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് നമ്മളോട് പറഞ്ഞു തരികയാണ്, സിറാത്തിലൂടെയുള്ള യാത്രയില്ലയോ, നിങ്ങൾക്ക് സുന്ദരമാകണോ, വേഗത്തിലൂടെയാകണോ, സിറാത്തുൽ മുസ്തഖീമിലൂടെ അടിയുറച്ചതിനനുസരിച്ച അല്ലാഹു യാത്രകളെ സുഗമമാക്കി തരുന്നത് എന്നാണ്. സിറാത്തുൽ മുസ്തഖീമിലൂടെ ആര് അടിയുറച്ച് നിൽക്കുന്നുവോ അതിനനുസരിച്ചിട്ടാണ് അല്ലാഹു സിറാത്ത് പാലത്തിന്റെ യാത്രയും സുഗമമാക്കി തരുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കണം, ആ സിറാത്തുൽ മുസ്തഖീമിലാണോ, നബിമാരുടെ ശുഹദാക്കളുടെ സാലിഹീങ്ങളുടെ പാതയിലൂടെയാണോ എന്റെ ജീവിതത്തിന് ഞാൻ സജ്ജമാക്കി വെച്ചിട്ടുള്ളത്? ഒരു കാര്യം കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കണേ, സിറാത്ത് പാലത്തിലേക്ക് കയറാൻ അതിന് പോലും സാവകാശം കൊടുക്കാതെ മുഖം കുത്തി വലിച്ച നരകത്തിലേക്ക് ഷിർക്കിന്റെ വക്താക്കളെ അല്ലാഹു വലിച്ചെറിയുമ്പോ, പ്രിയമുള്ളവരെ, മുസ്ലിമീങ്ങളായ ആളുകളിൽ നിന്ന് പോലും അവിടുന്ന് സിറാത്ത് പാലത്തിലേക്ക് കയറാതെ ആദ്യമായി നരകത്തിലേക്ക് അല്ലാഹു എറിയുന്നത് ആരെയെന്നറിയുമോ? സിറാത്തുൽ മുസ്തഖീമിലൂടെ അപകടമുണ്ടായിട്ടുണ്ടെങ്കിൽ തൗഹീദിന്റെ വിഷയത്തിൽ ഞാനൊന്നും വലിയ വലിയ ശിർക്കുകളൊന്നും ജീവിതത്തിലില്ല എന്ന് പറയുന്നവനോട് ഇബാദത്തിന്റെ ഇഖ്ലാസ് നഷ്ടപ്പെട്ടു പോയ ലോകമാന്യത ജീവിതങ്ങളിലൂടെ കടന്നു വന്ന ഫഅവ്വല മൻ യദഉ ബിഹി റജുലുൻ ജമഅൽ ഖുർആൻ, അല്ലാഹുവിന്റെ ഖുർആൻ പഠിച്ചവരെ, പ്രചരിപ്പിച്ചവര്, അതിന്റെ ഹിഫ്ളുകളെ പറഞ്ഞു കൊടുക്കുന്നവര്. പ്രിയമുള്ളവരെ, ജനങ്ങളോട് ഖുർആൻ പറഞ്ഞു കൊടുത്തു. പക്ഷേ എന്തിനാണ് പറഞ്ഞു കൊടുത്തത് എന്നറിയുമോ? ഞാനൊരു പണ്ഡിതനാണ്, ഞാനൊരു അറിവുള്ളവനാണ്, ഞാനൊരു ആലിമാണെന്ന് ബോധ്യപ്പെടുത്താനാണെങ്കിലോ അല്ലാഹു മലക്കുകളോട് പറയും, ആ മനുഷ്യന് നരകത്തിലേക്ക് എറിഞ്ഞോ. പ്രിയമുള്ളവരെ, സിറാത്ത് പാലം പോലും കയറാനുള്ള അനുവാദം കിട്ടണില്ല. വറജുലും ഖുതില ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലൂടെ ഷഹീദായ മനുഷ്യനുണ്ടല്ലോ, അള്ളാന്റെ മാർഗത്തിന് ജീവൻ കൊടുത്തവനാണ്. ശത്രുഭാഗത്ത് നിന്ന് അവർക്കെതിരെ പോരാടിയിട്ട് മുസ്ലിങ്ങൾക്ക് അനുകൂലമായി യുദ്ധം ചെയ്തവനാണ്. പക്ഷേ അള്ളാന്റെ പ്രീതി ആഗ്രഹിക്കുന്നതിന് പകരം ജനങ്ങളൊക്കെ കാണട്ടെ ഞാൻ വലിയ ധീരനാണെന്നുള്ള ചിന്തയാണ് അള്ളാഹു സ്വർഗത്തിലേക്ക് പോകാ സിറാത്ത് പാലത്തിന് പോലും അവസരം കൊടുക്കണില്ല. അതിനു മുമ്പേ നരകത്തിലേക്ക് വലിച്ചെറിയുകയാണ്. മൂന്നാമത്തെ മനുഷ്യനാരാണെന്നറിയോ? വറജുലും കസീറുൽ മാൽ, ഒരുപാട് സമ്പത്ത് അല്ലാഹു കൊടുത്ത മനുഷ്യനാണ്, ഒരുപാട് സ്വതക ചെയ്ത മനുഷ്യനാണ്. പക്ഷേ അവൻ ദാനധർമ്മങ്ങൾ ചെയ്തത് എന്തിനാണ്? ഞാൻ വലിയ ധർമ്മിഷ്ഠനാണെന്ന് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കാനാണെങ്കിൽ അല്ലാഹു തആല മനുഷ്യരെയും നരകത്തിലേക്ക് എറിയാ. പ്രിയമുള്ളവരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനാണ്, മുസ്ലിമാണ്, അല്ലാഹുവിന്റെ മാർഗത്തിലൂടെ പോരാടിയവനാണ്. പക്ഷേ രക്ഷയില്ല. കാരണം എന്താണ്? വലിയ വലിയ ശിർക്ക് ചെയ്ത ആളുകളോട്